ബിനു അടിമാലി ന്യൂ ഇഷ്യൂ. ഇപ്പോൾ ഓൾറെഡി ബിനു അടിമാലിയെ പറ്റി ഒരു ഇഷ്യൂ ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലവേഴ്സ് സ്റ്റുഡിയോയിൽ വെച്ച് ബിനീഷ് എന്നറിയപ്പെടുന്ന ഒരു പയ്യനെ മർദ്ദിച്ച് ക്യാമറ തല്ലിപ്പൊട്ടിച്ച് പിന്നെ പാലക്കാരനെ കൊണ്ട് വെള്ളപ്പത്രം എഴുതിപ്പിച്ചു. അതും കൊളായി. മൊത്തത്തിൽ നാറാണക്കല്ലെടുത്ത് നിൽക്കുകയാണ് ബിനു അടിമാലി. അതിൻ്റെ അടിയിൽ ഇപ്പോൾ ബിനു അടിമാലിയെ പറ്റി ഒരു പുതിയ ഇഷ്യൂവും അവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഇഷ്യൂവിലേക്ക് കടക്കാം. എന്താ ഇഷ്യൂവിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ബിനു അടിമാലി, ധർമ്മജൻ ബോൾഗാട്ടി ഇവർ രണ്ടുപേരും ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. ആ ഇൻ്റർവ്യൂവിലുള്ള ഒരു ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് നൂർജഹാൻ എന്ന് പറയപ്പെടുന്ന ഒരു പെൺകുട്ടി ആങ്കറിനെ ബിനു അടിമാലി ബോഡി ഷെയ്മിങ് ചെയ്തു എന്ന് ഒരു 2 മാസം മുമ്പുണ്ടായൊരു സംഭവമാണ്. അപ്പം അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഈ നൂർജഹാൻ എന്നറിയപ്പെടുന്ന ഈ പെൺകുട്ടിക്ക് അവരുടെ ഫ്രണ്ട്സുകളൊക്കെ അയച്ചു കൊടുത്ത് അവർക്ക് ഒരു ബോഡി ഷെയ്മിങ് പറഞ്ഞു എന്ന രീതിയിലൊരു ഇഷ്യൂ പൊട്ടി പുറപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ് ബിനു അടിമാലി പറഞ്ഞെന്നുള്ള ആ ഒരു സംഭവം ഞാൻ ഇടാം, ഒരു വീഡിയോ കട്ടിങ്സ് ഇടാം. ഇങ്ങനെ നോക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരുണ്ട് സുമേഷ് തമ്പി എന്ന് പറയും. പറ്റിയ ജോഡിയാണ്. നൂർജഹാന്റെ ഒക്കെ ഷേപ്പൊക്കെ ഉള്ള ഒരാളാണ്. ആന പഞ്ചവർണ്ണ തത്വത്തിലേ നമ്മുടെ ജയറാമേട്ടൻ ഇങ്ങനെ ഒരാൾ മയക്ക് വെടി വെച്ചിടൂലേ, ആനക്കെട്ട് വെക്കണ വെടി പുള്ളിക്കെട്ടാ വീണത്. ഇത്തിരി വണ്ണമക്കളും ആനയുടെ മേളിൽ താഴത്തേക്ക് വീണ ഒരാള്. അതായത് ഈ നൂർജഹാൻ ഇപ്പൊ ഈ പ്ലേ ചെയ്ത ക്ലിപ്പ് ഉണ്ടല്ലോ, അത് നൂർജഹാൻ ഒരുപാട് ഫ്രണ്ട്സ് അയച്ചു കൊടുത്ത് നൂർജഹാന് ഭയങ്കരമായി ആ ഒരു വീഡിയോക്ക് റിയാക്ട് ചെയ്ത് ആകെ പ്രശ്നമായിരിക്കുകയാണ്. ബിനു അടിമാലിക്ക് ഒരു ഇഷ്യൂ തീരാത്തതിന് മുമ്പ് തന്നെ പുതിയൊരു ഇഷ്യൂമായി ബിനു അടിമാലി വന്നിരിക്കുകയാണ്. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോസ് ഫ്രണ്ട്സ് അയച്ചു കൊടുത്ത സമയത്ത് ഈ നൂർജഹാൻ എന്നറിയപ്പെടുന്ന ഈ പെൺകുട്ടിയെതിരെ ഇന്നലെ ഒരു ലൈവ് നിങ്ങൾ പ്രതികരിച്ചിരുന്നു. അപ്പോൾ ആ ലൈവ് വീഡിയോ ഞാൻ ഒന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട ആങ്കർ ഞാനാണ്. ഇപ്പോൾ എനിക്ക് കുറേ പേര് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് ആയാലും എൻ്റെ ഫാമിലി ആയാലും എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ റിയാക്ട് ചെയ്യാഞ്ഞത്, ഞാൻ അങ്ങനെ ഇരിക്കുന്ന ഒരാളല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. പേഴ്സണലി ഇപ്പം നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ചില സിറ്റുവേഷൻ ഉണ്ടാവില്ല, നമുക്കൊരു നല്ല ദേഷ്യമായിട്ട് സിറ്റുവേഷൻ ഉണ്ടാവും. പക്ഷെ അപ്പോൾ ഡയലോഗ് ഓർമ്മ വരില്ല. ഇത് വന്നിട്ട് നമ്മൾ ആലോചിക്കും പക്ഷേ ആ മാസ് ഡയലോഗ് അപ്പോൾ പറഞ്ഞാൽ മതിയായിരുന്നു, സെയിം ആയിരുന്നു എൻ്റെ അവസ്ഥ. പക്ഷെ അതിന് പിന്നിൽ വേറെയും ഒരു കാര്യമുണ്ട്. അന്ന് ഈ ഒരു ഷൂട്ടിന് പോകുന്ന നേരം എൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസറിന് സുഖമില്ലാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനും ക്യാമറ ക്രൂവും കൂടിയാണ് പോയത്. അപ്പോൾ എൻ്റെ ഉത്തരവാദിത്വമാണ് ലൈക്ക് എൻ്റെ ചാനൽ കമ്പനി എന്നല്ല ഞാൻ പറയുന്നത്, എനിക്കൊരു സിൻസിയറിറ്റി ഉണ്ടല്ലോ. അവർ എന്നെ ഏൽപ്പിച്ച ഷോ നന്നായിട്ട് കൊണ്ടുപോകണമെന്ന്. അത് പ്രൊഡ്യൂസർ പോലും ഇല്ലാത്ത സ്ഥിതിക്ക് എന്നെ ട്രസ്റ്റ് ചെയ്തായിരിക്കുമല്ലോ അവരിയ്ക്കുന്നത്. അപ്പോൾ ഞാനപ്പോൾ ആ ഷോ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിലാണ് ഇവർ പറയുന്നത്. തുടക്കത്തിൽ തന്നെ എനിക്ക് വേണമെങ്കിൽ ദേഷ്യപ്പെട്ട് അവരെ വെറുപ്പിച്ച് പോവാം. പക്ഷെ ഞാൻ എൻ്റെ ഒരു വർക്കിൻ്റെ പാർട്ടായിട്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇവർ രണ്ടുപേരും സുമേഷ് തമ്പി എന്ന് പറഞ്ഞ ഒരാൾ, എനിക്ക് ആക്ച്വലി അയാളെ അറിയില്ലായിരുന്നു. ഞാനിപ്പം റീസെൻ്റ്ലി അയാളുടെ ഫോട്ടോ കണ്ടു. എനിക്ക് പേഴ്സണലി ഞാനും പുള്ളിയും തമ്മിൽ ഒരു സിമിലാരിറ്റി ഉണ്ടെന്ന് തോന്നുന്നില്ല. പുള്ളിക്ക് പുള്ളിയുടേതായ സൗന്ദര്യമുണ്ട്, എനിക്ക് എൻ്റെതായ സൗന്ദര്യമുണ്ട്. എല്ലാവരും ഈ സുമേഷ് തമ്പി എന്നറിയപ്പെടുന്ന ഒരാളെ വെച്ചിട്ടാണ് താരതമ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സുമേഷ് തമ്പിൻ്റെ ഒരു ഇമേജ് ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കാം. സുന്ദരികളുമാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിലൊരു സമയം ഉണ്ടെന്ന് തോന്നുന്നില്ല. ലൈക്ക് വണ്ണമുണ്ട് പുള്ളിക്ക്, എനിക്കും വണ്ണമുണ്ട്. എന്ന് വെച്ചാൽ ഈ ലോകത്ത് ഇപ്പോൾ മെലിഞ്ഞവരെല്ലാവരും ഒരേപോലെയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ മസ്കുലർ ആയിട്ടുള്ളവരെല്ലാം ഒരുപോലെയാണ് ഇരിക്കുന്നത്, പൊക്കമുള്ളവരെല്ലാവരും ഒരുപോലെയാണ് ഇരിക്കുന്നത് അല്ല. അപ്പോൾ അങ്ങനെ ഒരു കമ്പാരിസൻ്റെ ആവശ്യമില്ല. അത് മാത്രമല്ല പറ്റിയ ജോഡി എന്നാൽ വണ്ണമുള്ളവർ മാത്രമേ ഉള്ളൂ ജോഡി. എനിക്കിപ്പോൾ ഇതൊക്കെ പ്രതികരിക്കണം തോന്നുന്നു. ഇപ്പോൾ എല്ലാവരും വിചാരിക്കും നീ എന്ത് ഇപ്പോൾ വന്ന് വീഡിയോ ഇടുന്നത്, ലൈക്ക് എനിക്കിപ്പോൾ പ്രതികരിക്കാനാണ് തോന്നിയത്, അത്രേ ഉള്ളൂ. പൊതുവെ നമ്മളെ ഈ ഒരു സമൂഹത്തിൽ ഈ പെൺകുട്ടികൾ, നമ്മൾ ഈ ആൺകുട്ടികളെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രക്ക് കൊള്ളൂല. പല ആളുകളും പല രീതിയിലായിരിക്കും. ദൈവം എല്ലാവർക്കും ഒരേ സൗന്ദര്യം തരില്ല. ചിലപ്പോൾ ചില ആളുകൾ കുറച്ച് തടി കൂടാം, ചില ആളുകൾ തടി കുറയാം, പല രീതിയിലായിരിക്കുമല്ലോ ആളുകൾ. അപ്പോൾ ആ ഒരു സംഭവം വെച്ചിട്ട് ഒരാൾ കറുത്തിട്ടാവാം, ഒരാൾ ചിലപ്പോൾ വെളുത്തിട്ടാവാം. ഈ ബിനു അടിമാലൊക്കെ കണ്ണാടൻ്റെ മുമ്പ് പോയി നോക്കിക്കോണമെന്നുള്ളത് അറിയില്ല. എന്തായാലും പോട്ടെ, നമ്മളെ പോലെ കുറ്റം പറഞ്ഞൊന്നുമില്ല. എന്തിനാ പൊതുവെ ഈ ഒരു ഗേൾസിനൊക്കെ ഒരു ബോഡി ഷേമിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബോയ്സിനുണ്ടാവില്ലേറെ ഭയങ്കരമായിട്ട് അവർക്ക് മനസ്സിൽ കൊള്ളും. അവർ ആ ഒരു ചിന്താഗതി കുറച്ച് ദിവസങ്ങളും മാസങ്ങളൊക്കെ ആയിട്ട് ഓരോ ചിന്തയിലത് ഉണ്ടാവും. ഇയാളിന്നെ എങ്ങനെ ബോഡി ഷേമിങ് ചെയ്തു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ വളരെ ആളോട് ഭയങ്കര ദേഷ്യവും ഭയങ്കര ഒരു ഇതൊക്കെ ഇക്കാരം. ഗേൾസിന് പ്രത്യേകിച്ചും, നമ്മൾ ബോയ്സിന് അത്ര തന്നെ ഉണ്ടാവില്ല. ഒരു ഇന്റർവ്യൂ തുടങ്ങുന്ന ആ സമയത്ത് തന്നെ ഒരു ആങ്കറിനോട് ഒരു ബോഡി ഷെയ്മിങ്, അവരെ തടീനെ പറ്റിയിട്ടും അവരെ ലുക്കിനെ പറ്റിയിട്ടൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ആരായാലും നെഗറ്റീവ് സംഭവം കൊടുക്കുമ്പോൾ
ഒരാൾക്കും പറ്റൂല. ഇനിയിപ്പോൾ ഏത് എത്ര ലുക്കുള്ളവനായാലും ലുക്ക് ഇല്ലാത്തവനായാലും നെഗറ്റീവ് ആരും ആഗ്രഹിക്കുന്നില്ല, എല്ലാവരും പോസിറ്റീവ് മാത്രം ആഗ്രഹിക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരു പെൺകുട്ടിനോട് നമ്മൾ അവരുടെ സൗന്ദര്യത്തെ പറ്റി നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് കൊള്ളും. ഇനിയിപ്പോൾ ബോഡി ഷേമിങ് കാണിച്ചാലും ഒരു ഫാമിലീനെ പറ്റി പറഞ്ഞാലും ചിലപ്പോൾ വേറെ ബോയ്സൊക്കെ ആണെങ്കിലും ചിലപ്പോൾ രണ്ട് കിട്ടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു നൂർജഹാൻ എന്നറിയപ്പെടുന്ന പെൺകുട്ടി ഈ ഒരു ലൈവിന് ശേഷം പിന്നെ കുറച്ച് വോയിസ് റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ വോയിസ് റെക്കോർഡിങ് ഞാൻ ഇവിടുന്ന് പ്ലേ ചെയ്യാം. എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചുരുക്കി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെയും എൻ്റെ അടുത്ത് ആളുകൾ മേ ബി ചിന്തിക്കും എന്തായിരിക്കും ആ സമയത്ത് ചിരിച്ചുകൊണ്ടിരുന്നതെന്ന്. നിങ്ങൾക്ക് ആ വീഡിയോ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ആ ആൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്നെ പറഞ്ഞത് ഇതേപോലെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് സുമേഷ് തമ്പിയെ പോലെ ഇരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് സുമേഷ് തമ്പി ആരാണെന്ന് കൂടി അറിയില്ലായിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ എനിക്ക് എന്നെപ്പോലെ ഇരിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് അങ്ങനെ എന്നെപ്പോലത്തെ വേറെ ആളെ കാണാനൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഞാൻ കരുതി എൻ്റെ എന്തെങ്കിലും ക്യാരക്ടറിസ്റ്റിക്സോ അല്ലെങ്കിൽ എൻ്റെ പോലെ എന്തെങ്കിലും എൻ്റെ സിമിലറായിട്ട് എന്തെങ്കിലും സൗണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെന്നാണ് ഞാൻ കരുതിയത്. അപ്പോൾ ഞാൻ അത്രയും സന്തോഷത്തോടാണ് ചോദിച്ചത്. അതെന്താ അങ്ങനെ? വീഡിയോ കണ്ടാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോഴാണ് ധർമ്മജ ബോൾഗട്ടി പറഞ്ഞത് നൂർജഹാൻ്റെ ജോഡിയാക്കാൻ അടിപൊളിയാണ്. അപ്പോഴും ഞാൻ കരുതി അതിൻ്റെ അടിയിൽ ഒരാൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ധർമ്മജനും എന്ത് പാടേ. അപ്പോൾ ഓക്കെ എന്തോ ഒരു സാമ്യം ഉണ്ടല്ലോ. അപ്പം അത് ഒരു ഇൻ്റർവ്യൂവിൻ്റെ പാട്ടായിട്ട് ചിരിച്ച് തമാശയായിട്ട് ഞാൻ എടുത്തത്. ഇവർ ബോഡി ഷെയിം ചെയ്യുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അടുത്തതായിട്ട് പുള്ളി എക്സാമ്പിളായിട്ട് നൂർജഹാനെ പോലെ വണ്ണമുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അപ്പോൾ അതിൽ ക്ലിയറാണ് വണ്ണമുള്ളതല്ലേ, ലൈക്ക് എൻ്റെ സൗണ്ട് മാറി. പിന്നെ പുള്ളി ആനയുടെ എക്സാമ്പിളും പഞ്ചവർണ്ണതത്തിൽ ആനയ്ക്ക് വെടികൊണ്ട് ലൈക്ക് എനിക്കെപ്പോഴും സ്റ്റിൽ ഇൻ്റർവ്യൂ ഇരിക്കുന്ന സമയത്ത് സുമേഷ് തമ്പി ആരാണെന്ന് അറിയില്ല. ഇൻ്റർവ്യൂ ഒറ്റ സ്ട്രെച്ചിൽ പോകുന്നത്. അപ്പോൾ എനിക്ക് റെഫർ ചെയ്ത് നോക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് മനസ്സിലായി വണ്ണം വെച്ചിട്ട് കളിയാക്കുന്നതാണ്. അപ്പോൾ ഞാനാണെങ്കിൽ മനസ്സിലായില്ല, ലൈക്ക് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ ധർമ്മജൻ ഫുൾ ഇൻ്റർവ്യൂവിൽ കാണാം. ധർമ്മജൻ ബോൾഗാട്ടി പറയുന്നുണ്ട് എന്താ അളിയൻ്റെ ഇതേ ബോഡി ഷേമിംഗ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അപ്പോൾ ആ ഒരു ഇത് പിന്നെ അവർ കണ്ടിന്യൂ ചെയ്യാതിരിക്കാൻ ഞാൻ പറഞ്ഞു ഓക്കെ ഇനിയിപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സുകൾ ഇതിൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വരും എന്ന് ഞാൻ അവർക്ക് അങ്ങനെ പറയുകയും ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റെ ജോലി കംപ്ലീറ്റ് ചെയ്തു. കാരണം എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഷോ ആണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് എൻ്റെ ജോലിയുടെ പാർട്ടായതുകൊണ്ട് അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ശരിക്കും ഇൻ്റർവ്യൂ തുടങ്ങുന്ന സമയത്ത് തന്നെ അവർക്ക് നന്നായിട്ട് കൊണ്ടുക്കണോ എന്നാണ് ഈ വോയിസിൽ പറയുന്നത്. അപ്പോൾ അത് അവരാ ഒരു ജോലിൻ്റെ ഭാഗമായിട്ട് അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ നിന്നാണ്. ശരിക്കും ഇമ്മാരത്തെ ഓരോ ചോദ്യങ്ങളും സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് അതിനെതിരെ പ്രതികരിക്കണം. ആരാലും പ്രതികരിക്കും. ഞാനഞ്ച് പ്രതികരിക്കും, ഞാൻ നോക്കിക്കൊന്നുമില്ല. എന്തിനാ നമ്മൾ നോക്കിക്കണോ? നമ്മളെ പിന്നെ നെഗറ്റീവ് ഒരാൾ പറഞ്ഞു കണ്ട് ഒരുപോലെ കാര്യങ്ങൾ പോസിറ്റീവ് ആക്കാൻ വേണ്ടി നമ്മളടുത്തേക്ക് വന്നതല്ലേ. എന്തിനാ ഇതിനൊക്കെ കൂട്ടുന്നു കൊടുക്കണോ? ഇതിന് ഈ നൂർജഹാന് എന്തിന് കൂട്ടു നിന്നു? ആ ഒരു സമയത്ത് മനസ്സിലായ സമയത്ത് തന്നെ ചോദിക്കണം, തിരിച്ചു ചോദിക്കണം. അതിനുള്ള തൻ്റെ ഇടം ഒരു പെണ്ണിന് വേണം. അതല്ലേ വേണ്ടി, ഒരു ആങ്കറല്ല ഒന്ന് വിളിച്ചെങ്കിൽ ഇവള്. പക്ഷെ എനിക്ക് ഞാൻ പിന്നീട് ഈ സുമേഷ് തമ്പി എന്ന് പറയുന്ന ആളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കി. ഞാൻ അപ്പോൾ ആലോചിക്കുകയും ചെയ്തു ഞങ്ങൾ തമ്മിൽ എന്താ സാമ്യം. അയാൾക്ക് അയാളുടേതായിട്ടുള്ള ഭംഗിയുള്ള ഒരാൾ, ഞാൻ എൻ്റേതായ ഭംഗിയുള്ള ഒരാൾ. പക്ഷെ ഞാനും പുള്ളിയും തമ്മിൽ ലൈക്ക് ഒരു സാമ്യത ആർക്കും ചൂണ്ടിക്കാട്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഇതുമില്ല. വെറും വണ്ണം ഉണ്ടെന്നുള്ളൊരു പേരിൽ അവിടെ ഒന്ന് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി മാത്രം, അത് ആളെയും എന്നെ ഒരേപോലെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി മാത്രം അങ്ങനെ പറഞ്ഞതാണ്. പിന്നെ ഇവർ പറയുന്നത് എനിക്ക് പിന്നെയും എന്നെ ട്രിഗർ ചെയ്തത് ലൈക്ക് പറ്റിയ ജോഡിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എന്നെ അങ്ങനെ പറഞ്ഞത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്തിനാണോ താൻ ഈ ജോഡിയൊക്കെ നോക്കാൻ? ഒരു ആരെ ജോഡിയാക്കണം എന്നുള്ള ഒരു തീരുമാനിച്ചു പോലുമല്ലോ. പിന്നെ എന്തിനാ നീ പോയിട്ട് ജോഡിയാക്കാൻ നിൽക്കണേ? ഏതായാലും നാരായണക്കല്ലിൽ ആളെ കുറിച്ച് നമ്മൾ ഒരു നെഗറ്റീവ് പറഞ്ഞ സമയത്ത്, അതായത് ഒന്നുമില്ലാത്ത ഒരു ആങ്കറെ മുന്നിൽ നിന്നൊക്കെ പറയുമ്പോൾ ഒരു തമാശയൊക്കെ ആവാം. ഒരു പക്ഷേ ഈ പിന്നെ ലേഡീസിനൊന്നും അവരെ ശരീരം വെച്ച് കണ്ട അവരെ കുടുംബ ഫാമിലി വെച്ച് കണ്ടൊന്നും തമാശ അത്ര ഓടൂല. എന്തായാലും വേറെ എന്തൊക്കെയാ തമാശ ഉണ്ട്? താങ്കൾ വലിയ രസികനാണല്ലോ, വേറെ വലിയ തമാശ എന്തെങ്കിലും പറഞ്ഞ് ചിരിക്ക്. സ്വന്തം ഒരാളെ പിന്നെ മേൽ കയറിക്കാണ്ട് ഒരു ബോഡി ഷൈമിങ് ചെയ്തിട്ടാണ് തമാശ അറിയില്ലേ? സുമേഷ് തമ്പിക്ക് പറ്റിയ ജോഡിയാണെന്നൊന്നും പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോ പേഴ്സ്പെക്റ്റീവ് കാണുമല്ലോ. അങ്ങനെ ഒരു വണ്ണത്തിൻ്റെ ഫാക്ടറിൽ അങ്ങനെയൊന്നും പറഞ്ഞ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ നന്നായിട്ടപ്പോൾ ട്രിഗർ ആയിരുന്നു. പിന്നെ എൻ്റെ ജോലിയുടെ പാർട്ടായതുകൊണ്ട് മാത്രം എൻ്റെ ഇൻ്റർവ്യൂ എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം, അതെൻ്റെ വർക്കിൻ്റെ പാർട്ടായതുകൊണ്ട് മാത്രം ഞാൻ അപ്പോൾ റിയാക്ട് ചെയ്യും. എന്തിനു ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ചെയ്യണോ? ഉമ്മാത്തെ ടീമിനൊക്കെ വെച്ചിട്ട് ആർക്ക് ഇൻ്റർവ്യൂ? പിന്നെ ഇപ്പോഴെന്താ റിയാക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഈ ഒരു വീഡിയോ ലൈക്ക് FFCയിലും അതുപോലെ വേറെ 1-2 പേജസിലൊക്കെ ഇതിൻ്റെ കട്ടിങ്സ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഈവൻ എൻ്റെ ഫ്രണ്ട്സ് ആയാലും എൻ്റെ ഫാമിലി ആയാലും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താ റിയാക്ട് ചെയ്യാൻ. എന്തിനു ഇപ്പം റിയാക്ട് ചെയ്തു? ആദ്യം മുമ്പേ റിയാക്ട് ചെയ്യണം. ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അതിനുള്ള ധൈര്യം ആർക്കായാലും വേണം. അല്ലാതെ ഒക്കെ കഴിഞ്ഞിട്ട്
ആ സമയത്ത് മിണ്ടാതിരുന്നു ഒക്കെ കഴിഞ്ഞിട്ട് അന്ന് ഞാൻ പ്രതികരിക്കുന്നു, എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഓരോ സംഭവം പറഞ്ഞിട്ട് കാര്യമില്ല. ആ സമയത്ത് പ്രതികരിക്കുക, പിന്നീട് പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കരുത്. ആ ഇൻസിഡൻറ്റ് കഴിഞ്ഞ ആ സമയത്ത് അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഈ ഒരു സംഭവമായിട്ട് വരരുത്. അത് അപ്പക്കപ്പള തീർത്തോണം. മിണ്ടാണ്ട് അത് കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ലൈക്ക് ഇങ്ങനെയുള്ളവർ അത് അവർക്ക് വീണ്ടും പ്രചോദനം ആവത്തേ ഉള്ളൂ. അപ്പം ഞാൻ കരുതി റിയാക്ട് ചെയ്യാം, ലൈക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം പറയാം. പിന്നെ ചെറുപ്പം മുതലേ വണ്ണമുള്ളൊരു കുട്ടിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് ചെറുപ്പം മുതലേ ആളുകൾ തമാശയുടെ പുറത്തുമൊക്കെ നമ്മളുടെ വണ്ണം കാണിച്ചൊരു തമാശ കോമഡി ആക്കാൻ ശ്രമിക്കും. അപ്പം അത് ആ ഒരു ട്രോമ എൻ്റെ മൈൻഡിൽ ഓൾറെഡി ഉണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചത് അതൊക്കെ ഞാൻ ഓവർകം ചെയ്തു, എനിക്കിനി റിയാക്ട് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ പെട്ടെന്ന് ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്കൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ഇതായിപ്പോയി. എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു അവസ്ഥയായിപ്പോയി. ഇൻ്റർവ്യൂ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാനത് ഒട്ടും എൻജോയ് ചെയ്യുന്നില്ലായിരുന്നു. ആ ഒരു കോൺവെർസേഷൻ, ആ ഒരു പോർഷൻ എൻ്റെ ഫേസിൽ ആ ഒരു അവരോടുള്ളൊരു എന്നെ ട്രിഗേർഡ് ആയത് എൻ്റെ ഫേസ് കണ്ടാൽ മനസ്സിലാവും. ആദ്യം അത്രയും ചിരിച്ച് സന്തോഷത്തോടെ ഇരുന്ന ആളാണ്, പിന്നീട് അത് മാറുന്നത് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ബാക്കി ഫുൾ ഒരു ആക്ടിങ്ങിൻ്റെ പുറത്ത് ഞാൻ ചിരിച്ച് സന്തോഷമായിട്ട് ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. നോർമൽ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് നമ്മൾ ഗസ്റ്റിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇൻ്റർവ്യൂ കഴിയുമ്പം ഇടുന്നതാണ്. ഞാൻ ഈ പറയുന്ന ധർമ്മജൻ പോൾക്കടിയുടെ കൂടെയോ അല്ലെങ്കിൽ ബിനോടിമാരുടെ കൂടെയോ ഒരു ഫോട്ടോ പോലും പിന്നീട് എടുത്തിട്ടില്ല. ഇൻ്റർവ്യൂ കഴിഞ്ഞു അത്രേ ഉള്ളൂ. ലൈക്ക് നമ്മളുടെ മൈൻഡിൽ, എൻ്റെ മനസ്സിലതിന് എത്ര നാളായാലും അങ്ങനെ കിടക്കുകയും ചെയ്യും. പിന്നെ ഒരു ഫ്രെയിമിൽ വന്നിരിക്കുന്ന ഒരു ആങ്കറിനെ ലൈക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ, ആങ്കർ എന്നല്ല ആരായിക്കോട്ടെ, ഒരു ഫ്രെയിമിലിരിക്കുന്ന സമയത്ത് അവർ ഇൻസെക്യൂർ ആക്കാൻ വേണ്ടി ഇതേപോലെ എന്തെങ്കിലും ചെറിയ കാര്യം മതി. ലൈക്ക് ഞാനപ്പം അതുവരെ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇപ്പോൾ ലൈക്ക് അയ്യോ ഇത് ഇങ്ങനെയാണോ, ലൈക്ക് എന്നെ ആനയെ പോലെ തോന്നുമോ എന്നൊക്കെ നമുക്ക് ഒബ്വിയസ്ലി തോന്നും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കഴിഞ്ഞു. സാധാരണ ഒരു ഇൻ്റർവ്യൂ ചെയ്തിട്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞ ശേഷം ആങ്കറും അത് ഇൻ്റർവ്യൂക്ക് വന്ന സെലിബ്രിറ്റീസും തീർച്ചയായിട്ടും ഒരു ഫോട്ടോസൊക്കെ എടുത്ത് മടങ്ങാറില്ലേ? ഇവർ അതിന് പോലും അവരെ മനസ്സ് സമ്മതിച്ചില്ല. ആ ഒരു ഇതിൽ ലാസ്റ്റ് സമയത്ത് പോയിന്റ് ഔട്ട് ചെയ്ത് അവർ പറയുന്നുണ്ട്, ആ ഒരു ഇൻസിഡൻറ്റ് എന്തായാലും മറക്കൂല എന്നും അവിടെ പറയുന്നുണ്ട്. പൊതുവെ സ്ത്രീകൾ ഇങ്ങനെയാടോ അവരെ പിന്നെ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒരിക്കലും മറക്കൂല. നേരെ മറിച്ച് പോസിറ്റീവ് പറയാന്ന് വെച്ചെങ്കിൽ അവർക്ക് എപ്പോഴും ആ ആളുകളോട് ആ ഒരു സംഭവത്തെക്കുറിച്ച് അവർക്കൊരു ഓർമ്മ ഉണ്ടാകും. എന്തായാലും വിനു അടിമാലി എന്നല്ല, ആരായാലും ഇങ്ങനത്തെ ബോഡി ഷെയ്മിങ് ഒന്നും ആരും ചെയ്യരുതല്ലോ. ഇത്ര ഒരാളെ നമ്മൾ നെഗറ്റീവിലേക്ക് ഒരു പിന്നെ വഴിതിരിച്ച് വിടുക എന്നൊക്കെ പറയുമ്പോൾ വളരെ മോശം പരിപാടിയാണ് ഇതൊക്കെ.